ഇലക്ഷൻ ആണല്ലോ, വോട്ട് ചോദിക്കണമല്ലോ. ഒരു മിനിറ്റ് സംസാരിക്കാൻ അത് കേൾക്കത്തില്ല, താങ്കൾ പറയുന്നത് മാത്രമേ കേൾക്കൂ. ഈ രാജ്യത്ത് BJPക്ക് ആണെങ്കിലും CPM-നാണെങ്കിലും ആർജവത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഏത് വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റും? കർഷകന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റുമോ? അവരെ വണ്ടി ഇടിച്ച് കൊന്നവരല്ലേ? പട്ടാളക്കാരന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റുമോ? പുൽവാമയിൽ അവരെ കൊന്നു കൊലവിളിച്ചവരല്ലേ? കേരളത്തിലെ ചെറുപ്പക്കാരുടെ വീട്ടിൽ മാത്രമാണ് കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് കോൺഗ്രസ് പടികുഴിയിൽ നിന്ന് അവസാനം കൂടെ തരാം, പറഞ്ഞോ. വോട്ട് ചോദിക്കാൻ പറ്റുമോ? കൽബുർഗിയും ഗോവിന്ദ് പൻസാരി അടക്കമുള്ള എഴുത്തുകാരുടെ നെഞ്ചത്ത് വെടിയുണ്ട് വായിച്ചത് RSS അല്ലേ? ഇനി നമ്മുടെ സഹോദരിമാരുടെ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസമാണ് അവിടെ കർണാടകയിലെ മുഖ്യമന്ത്രിക്കെതിരെ പോക്സോ കേസ് എടുത്തത്. ഞാൻ പറയുന്നത് ഉന്നവയിലടക്കം BJPയുടെ MLA-മാർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. ഈ രാജ്യത്ത് RSS ഭരിക്കുമ്പോൾ, സംഘപരിവാർ ഭരിക്കുമ്പോൾ, നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് BJPയുടെ MLA-മാരാണ്, BJPയുടെ MP-മാരാണ്. വണ്ടിപ്പെരിയാറിലടക്കം 6 വയസ്സുള്ള പെൺകുട്ടിയെ കെട്ടിത്തൂക്കി ബലാത്സംഗം ചെയ്ത് കൊന്ന കൊലയാളി പറയുന്നു, ഞാനാണ് ബലാത്സംഗം ചെയ്തത്, ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ വെറുതെ ഇറങ്ങി നടക്കുന്നു. അവനൊരു തൂക്കുവയറ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ കെൽപ്പില്ലാത്തവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. ശരി. അരുൺ മറുപടി 1.5 മിനിറ്റ് മറുപടി 1.5 മിനിറ്റ്. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ കോൺഗ്രസിന്റെ സ്നേഹിതൻ ചോദിച്ചു, ശശി തരൂരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒലിച്ചു പോയോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്തെങ്കിലും നടപ്പാക്കിയാലല്ലേ ഒലിച്ചു പോകുന്ന പ്രശ്നമുള്ളൂ. നടപ്പാക്കാത്തത് ഒലിച്ചു പോകണം. ഈ പരിപാടി നടക്കുന്നതിന്റെ മുന്നിലൂടെ റോഡ് പോകുന്നുണ്ട്. ഉണ്ടാക്കിയ റോഡിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മൂന്നര വർഷക്കാലം പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു MP ആയിരുന്നു. ആ 3.5 വർഷക്കാലം അദ്ദേഹം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഞാൻ അക്കമിട്ട് ഇവിടെ നിരത്താം. ഞാൻ കോൺഗ്രസ് നേതൃത്വത്തിനോട് ചോദിക്കുന്നു, 15 വർഷം കൊണ്ട് തരൂര് നടപ്പാക്കിയ ഒരു 10 കാര്യങ്ങൾ അദ്ദേഹവും പറയട്ടെ. ഒന്ന്, പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ടാവുന്നത്. 2, പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ വികസനം പൂർത്തീകരിക്കുന്നത്. 3, പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് ബ്രഹ്മോസ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് നിയമവും തിരുവനന്തപുരവും കൊച്ചുവേളിയും ചേർത്ത് ഒരു റെയിൽവേ ശൃംഖലയ്ക്ക് കേന്ദ്ര റെയിൽവേ ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകുന്നതും പിന്നീട് വന്ന MP-യുടെ പ്രവർത്തന മികവ് കൊണ്ട് അത് നടക്കാതെ പോയത്. ഈ നിലയിൽ മറുപടി 30 സെക്കൻഡ്സ് മറുപടി. ഇവിടെ 4.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വിഴിഞ്ഞം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം. അത് കൊണ്ടുവന്നതിൽ തരൂരിന് പങ്കില്ല. ചോദിക്കട്ടെ, 8,000 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവാക്കി 8,000 കോടി രൂപ സംസ്ഥാന പദ്ധതിയെ കുറിച്ച് എയർപോർട്ട് അദാനിയുടെ അല്ലേ? ഒരു നിമിഷം ആ എയർപോർട്ട് അദാനിയുടെ കയ്യിലല്ലേ? അതാണോ ഞാൻ ചോദിക്കുന്നത്? തരൂരിന്റെ വികസനം അദാനിയുടെ കയ്യിൽ എങ്ങനെ പോയി? ചോദിക്കുന്നത് ആ എയർപോർട്ടിന് വേണ്ട സാധിപ്പോഴാണല്ലോ പോകുന്നത്. ഒരു പ്രതികരണം കൂടി വളരെ പെട്ടെന്ന് എന്തോ പറയാനുണ്ട്, പറഞ്ഞോ. ആദ്യമായി BJP പ്രതിനിധിയോടാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കേണ്ടത്. നേരത്തെ നരേന്ദ്രമോദിയുടെ വികസനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു അക്ഷരം പോലും വികസനത്തെക്കുറിച്ച് പറയാൻ BJP പ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല. 2, ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ എന്താണ്? നരേന്ദ്രമോദി അഞ്ചാമത്തെ വലിയ ശക്തിയല്ലേ നമ്മുടെ രാജ്യം? ഏറ്റവും അവിടെ 204 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നമ്മുടെ രാജ്യത്തെ കൊണ്ടുതള്ളിച്ചു. തൊഴിലില്ലായ്മയുടെ അവസ്ഥ എവിടെയാണ്? മതവർഗീയത മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ശശി തരൂരിന്റെ ഒരു കാര്യം പറഞ്ഞു, ഹൈക്കോടതി ബെഞ്ചില്ല, ഇരട്ട നഗരമില്ല, ഒളിച്ചു പോകാൻ ഒരു വികസനവുമില്ല.
സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ച്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മഹത്വം കാരണമാണ് 5 വയസ്സായ ഒരു കുഞ്ഞിന് ഒരു ശ്വാസതടസ്സം കൊണ്ടുപോയപ്പോൾ തിരുവനന്തപുരത്തെ 4 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നത്. എന്നിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് കിട്ടിയോ? ഇല്ല. ആ സാറാണ് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി. എന്തിനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി? ഒരിക്കലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഒരു ഉപയോഗമില്ല. ഒരു സാധാരണക്കാരന് മരുന്ന് വാങ്ങിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ? ഇല്ല. സാധാരണക്കാരന് ക്യാൻസറിന് ഉൾപ്പെടെയുള്ള മരുന്ന്